നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നേരത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ മിസ്സായിപ്പോയി, അതായത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ വീഡിയോസ് എല്ലാം റീ അപ്ലോഡ് ചെയ്യാണ്. എല്ലാ വീഡിയോസും ഇല്ല, ദീപാവലി തൊട്ടുള്ള വീഡിയോസും ഉണ്ട്. അപ്പം എൻ്റെ ആദ്യം ചെയ്ത വീഡിയോയും അതിനുശേഷമുള്ള വീഡിയോസൊന്നും ഇല്ല. അപ്പം ദീപാവലി തൊട്ടുള്ള വീഡിയോസ് കുറച്ച് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ റീ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ ദിവാലിയുടെ വ്ളോഗ് ഇടാമെന്ന് വെച്ചു. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാ. ഇവിടെ ഫുള്ള് റഷാ, ഫുൾ ആളാണ്. അത് കാരണം എനിക്ക് നന്നായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആളില്ലാത്ത സ്ഥലമൊക്കെ വന്നപ്പം എടുത്തു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം പുറത്ത്, എല്ലാ കടക്കാരും പുറത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ആണല്ലോ ദീപാവലി. ഇവർ 5, 6, 7, 8 ദിവസമൊക്കെ ആഘോഷിക്കുന്നവരുണ്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്ന്, ഇന്ത്യയുടെ പല സ്ഥലത്തു നിന്നുള്ളവരുടെ സെലിബ്രേഷൻസ് കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഓരോരുത്തരും ഡിഫറെൻറ്റ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ലേ. ഭയങ്കര ഓരോരോ കൾച്ചറുള്ള ആൾക്കാർ കാണാൻ പറ്റും. ഓരോ സ്റ്റേറ്റിൽ എന്നാലും ഓരോ സെലിബ്രേഷൻസ് ആയിരിക്കും അവർക്ക്, ഓരോ എന്താ പറയുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് ഒരു ദീപാവലിക്ക് തന്നെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. ഇവിടെ ക്രിക്കറ്റ് കണ്ടോണ്ട് നടക്കുക. ഞങ്ങളങ്ങനെ നടന്നത് മാർക്കറ്റിലെത്തി. ഞങ്ങൾ ജസ്റ്റ് കാണാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തേക്കാന്ന്, അതുകൊണ്ടാണ് ഓടിപ്പോകുന്നത് കേട്ടോ. ഇവിടെ ഒന്നും നേരത്തെ ഷോപ്പില്ലായിരുന്നു. ഇപ്പം കണ്ടോ, ദീപാവലി ആയതുകൊണ്ട് അവർ ദിവാലിയുടെ മെറ്റീരിയൽസൊക്കെ ഇവിടൊക്കെ ഒരു 6, 7, 8 മണി വരെയൊക്കെ നല്ല സെയിലാണ്. കണ്ടോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ റോഡ് മൊത്തം അവർ സാധനങ്ങൾ വെച്ചേക്കുവാണ്. ഇതിപ്പോൾ 5:30, 6 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ നേരത്തെ ഇരുട്ടാവും. മറ്റേത് ചൂട് സമയത്ത് താമസിച്ച് ഇരുട്ടാവും, 9 മണിയൊക്കെ ആവും ഇരുട്ടാവും. ഇപ്പം തണുപ്പ് സമയമായതുകൊണ്ട് നേരത്തെ ഇരുട്ടാവും, നേരം വെളുക്കാനും താമസിക്കും. വേണ്ട, എന്നിട്ട് ഞങ്ങളിങ്ങനെ അറ്റം വന്ന് നടന്ന് എല്ലാ ഷോപ്സിൻ്റെയും പുറത്തും ഒക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് മുന്നേ അവർ സെലിബ്രേഷൻസ് തുടങ്ങും, ഓരോരോ ആഘോഷങ്ങളും ഒക്കെ ആയിരിക്കുമേ. പക്ഷെ ഇത്ര മുന്നേ ഒന്നും നമ്മൾ ദിവാലി ആഘോഷിക്കത്തില്ല. ഇവിടുത്തെ നമ്മുടെ ഓണമൊക്കെ പോലെ ഇവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ദിവാലി. പോക്കണോ
അപ്പോൾ വീട്ടിലെല്ലാം ഒരുക്കിയൊക്കെ വെച്ചു. ദീപാവലിക്ക് നമ്മൾ സാധാരണ വീട്ടിലെല്ലാം വിളക്ക് വെക്കുന്ന പോലെ വിളക്കൊക്കെ വെച്ചു. പക്ഷേ ഇവിടെ നോർമലി ബാക്കിയുള്ള സ്റ്റേറ്റ്സിലുള്ളവരൊക്കെ ലക്ഷ്മി പൂജ ചെയ്യും. അപ്പോൾ അവർ നന്നായിട്ട് വിളക്കൊക്കെ ഒരുക്കി നന്നായിട്ട് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലോട്ടൊക്കെ പോകാം. ഇത് കണ്ടോ, എല്ലാ വീട്ടിലും ഒരുപോലെ ഇങ്ങനെ എല്ലാ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലും ഇങ്ങനെ കത്തിച്ച് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. ഫ്ലവർ വെച്ച് കൊള്ളാമോ? കണ്ടോ, അപ്പുറത്തെ ക്വാർട്ടേഴ്സിലുള്ളവർ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന് മുമ്പിലും ഇങ്ങനെ കോലമൊക്കെ ഇട്ട്, കാരണം എനിക്ക് അറിഞ്ഞൂടല്ലോ കോലം ഇടാൻ, അങ്ങനെ അവർ രണ്ട് സൈഡിലും കോലമൊക്കെ ഇട്ട് ഭംഗിയാക്കി. എല്ലാ ക്വാർട്ടേഴ്സിലും കോലം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ക്വാർട്ടേഴ്സിലും കോലമൊക്കെ ഇട്ട് വിളക്കൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം, എല്ലാവരും കൂടി ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും നമ്മൾ. ഞങ്ങൾ തലേദിവസമേ തുടങ്ങിയായിരുന്നു ആഘോഷം. ഇന്നിപ്പം വിചാരിച്ചു മേളിൽ പോയിട്ടെല്ലാം ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയിലോട്ട് പോവാം. വൈകിക്ക് ഇവിടെ കുറേ ഗ്യാങ് ഉണ്ട് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ. അപ്പോൾ അവരുടെയൊക്കെ കൂടെ പോയിന്ന് വൈകിയും സെലിബ്രേറ്റ് ചെയ്യുക. ഇവിടെ പിള്ളേരൊക്കെ ഒരു പേടിയില്ലാതെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പേടിയല്ലേ. അപ്പം ഞാൻ വൈകി എല്ലായിടത്തും നിന്ന് മാറ്റിയൊക്കെ നിർത്തുമായിരുന്നു. ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ലഞ്ച് കണ്ടോ, അവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവർ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരും. അപ്പം അപ്പുറത്തുനിന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത നെയ്ബേഴ്സ് കൊണ്ടു തന്നതാണ് ഞങ്ങളുടെ ലഞ്ചായിരുന്നു ഇത്. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയിലോട്ട് പോവാണേ. ഇത് കണ്ടോ, സെക്കൻഡ് ഫ്ലോറിൽ ഉള്ള രണ്ട് ഫാമിലിയാണ്. കണ്ടോ, അവരുടെ ലക്ഷ്മി പൂജയാണ് നടക്കുന്നത്. എല്ലാ വീട്ടിലും ലക്ഷ്മി പൂജ ചെയ്യും. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ചെയ്യും. അങ്ങനെ ഞങ്ങൾ മേളിലെത്തി. കുറച്ചു നേരമായിട്ട് ഇതും പിടിച്ചോണ്ടിരിക്കുക, കത്തുന്നില്ല ഗായ്സ്. ഇതാ കണ്ടോ, മേളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് നല്ല ഭംഗിയുണ്ടല്ലേ. ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ കാണാൻ, എല്ലായിടത്തും ഫുള്ള് ലൈറ്റ്സ്. അവിടെ ഇവിടെ കൂടെ ഒക്കെ റോക്കറ്റ് പോവുക.
എനിക്ക് പിന്നെ പേടിയേ ഇല്ലാത്തതുകൊണ്ട് ഞാനായിരുന്നു എല്ലാം മുൻകൈ എടുത്ത് നിന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, കണ്ടോ എനിക്കെത്ര ധൈര്യമാണ്. ഭയങ്കര ധൈര്യം എനിക്ക്. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും അല്ലാതെ നേരിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം വല്ലാത്തൊരു ഫീൽ ഗുഡ് ടൈമായിരുന്നു എനിക്ക്. ബെസ്റ്റ് ടൈമായിരുന്നു, ബെസ്റ്റ് ദീപാവലി എവർ ഇൻ മൈ ലൈഫ്. ഫുള്ള് സൗണ്ട്, എവിടെയും എപ്പോഴും സൗണ്ട് ഇങ്ങനെ പൂത്തിരി കത്തുന്നതും ലൈറ്റ്സ് ഫുള്ള് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രി ഏതാണ്ട് 1 മണി 2 മണി വരെയും ഇങ്ങനെ എല്ലാ ക്വാർട്ടേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. हाथ लगा लो। पीछे थोड़ा आ जाओ, मेरे पीछे आ जाओ। पकड़ो पकड़ो, ये पकड़ कर, ये दोनों, हाँ नीचे से ऊपर में नहीं पकड़ना, नीचे में ही पकड़ना। अभी हवा नहीं अच्छा से भरा है। फोटोशूट, വിച്ചു ആയിരുന്നു ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. വിച്ചു എല്ലാം നല്ല പോസിൽ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ എല്ലാവർക്കും വിച്ചുവിൻ്റെ ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വിച്ചുവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം മാറിയും തിരിഞ്ഞും ഒക്കെ പോകും. കാരണം അവിടെ നിൽക്കുന്നവർക്ക് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടത്തേ ഇല്ല. അപ്പോൾ വിച്ചു എപ്പോഴും പറയും ഞാൻ എല്ലാവർക്കും നല്ല ഫോട്ടോ എടുത്തു കൊടുക്കും, പക്ഷെ എനിക്ക് മാത്രം നല്ല ഫോട്ടോ കിട്ടത്തില്ല. फोटो खींच रहे थे। जल गया। പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു, പിന്നെ മേളിൽ പോയി, പിന്നെ വേറെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ക്വാർട്ടേഴ്സിൽ പോയി. പിന്നെ ഒത്തിരി സ്വീറ്റ്സ് കിട്ടി കേട്ടോ. എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നു. ചിരിച്ചും കളിച്ചും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്, സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണ്. എപ്പോഴും എക്സ്പീരിയൻസോ കാര്യങ്ങളല്ലല്ലോ. അപ്പം ലൈഫിൽ ദീപാവലി ഞാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ആ ഒരു ദിവസം രാത്രി പൂത്തിരിയൊക്കെ കത്തിക്കും, മറ്റ് പടക്കങ്ങളൊക്കെ പൊട്ടിക്കും, പിന്നെ സ്വീറ്റ്സൊക്കെ കഴിക്കും, അത്രേ ഉള്ളൂ.
അത് മാത്രമേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ഒരു കുറേ ദിവസം സെലിബ്രേറ്റ് ചെയ്തു. അതാണ്ട് ഇത് കണ്ടോ, ഇവിടെ നമ്മൾ അടുത്ത ഫാമിലിയുടെ ക്വാർട്ടേഴ്സിൽ വന്നതാണ്. അവർ ലക്ഷ്മി പൂജയ്ക്ക് ഒരുക്കി വെച്ചേക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓരോ ക്വാർട്ടേഴ്സിലൊക്കെ പോയിട്ട് അവർ നമുക്ക് സ്വീറ്റ്സൊക്കെ തരും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പോവും. അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാം കൂടെ കൂട്ടി വെച്ച് കത്തിച്ചാലോ എന്നൊരു ചിന്ത. ഫുൾ, അതായത് ഒരു സെക്കൻഡ് പോലും നമുക്ക് സൗണ്ട് കേൾക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഫുള്ള് സൗണ്ട്, എല്ലാം റോഡും എല്ലാം കളേഴ്സ് സൗണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാട്ടോ. എനിക്കിതൊക്കെ പേടിയാ. ഞാൻ അത് ദൂരെ മറിക്കുന്നു. റീൽസ് ആവാറുണ്ട്, പക്ഷെ ലൈറ്റ് ഇല്ലായിരുന്നു, ചീറ്റിപ്പോയി. എന്നാലും ഞാൻ വിചാരിച്ചു ഇവിടെ ഇട്ടേക്കാം. കണ്ടോ, ഓരോ വീട്ടിൽ നിന്നും നമുക്ക് സ്വീറ്റ്സ് ഇങ്ങനെ കൊണ്ടുതരും. ദാ കിടക്കുന്ന ഞങ്ങളുടെ അടുത്ത് റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ദി ഹാപ്പിയസ്റ്റ് ദീപാവലി തന്നെയായിരുന്നു ഇത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം അവർ സൈഡ്. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.